ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂഫിക്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BBA ജനറൽ എന്ന കോഴ്സിനെ കുറിച്ചിട്ടാണ്. ഇതൊരു ഡിഗ്രി കോഴ്സാണ്, ഡിസ്റ്റൻസ് കോഴ്സാണ്. 3 ഇയർ ആണ് വാലിഡിറ്റി വരുന്നത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഇതിൻ്റെ മീഡിയം ഉണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ചൂസ് ചെയ്യാവുന്നതാണ്. സ്പെഷ്യലൈസേഷൻ ഒന്നുമില്ല, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് 2023 ജൂലൈ സെഷൻ മുതലാണ് ഈ ഒരു BBA ജനറൽ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതൊരു 3 ഇയർ, അതായത് 3 ഇയർ ഡിഗ്രി പ്രോഗ്രാമാണ്. എങ്കിലും നിങ്ങൾ ഫസ്റ്റ് ഇയർ മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതല്ല, നിങ്ങൾ സെക്കൻഡ് ഇയർ 2 ഇയർ നിങ്ങൾ പൂർത്തീകരിച്ചു എങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി നിങ്ങൾ 3 ഇയറും കംപ്ലീറ്റ് ആക്കി എന്നാൽ BBA ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ പകുതി വെച്ചിട്ടൊക്കെ പഠനം നിർത്തുന്നവരൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ചില പ്രയാസങ്ങൾ കൊണ്ട്. അപ്പോൾ അവർക്ക് ഇത്തരം സർട്ടിഫിക്കറ്റുകളും ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകളൊക്കെ ലഭിക്കുന്നതാണ്. ഇതൊരു 120 ക്രെഡിറ്റ്സിൻ്റെ പ്രോഗ്രാമാണ്. ക്രെഡിറ്റ്സ് എന്താണെന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, അതുപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ്, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്, വാല്യൂ അഡീഷൻ കോഴ്സ്. ഇതൊക്കെ ഓരോ സബ്ജക്റ്റുകളാണ്. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് എലിജിബിലിറ്റി, അഡ്മിഷൻ ലഭിക്കാനുള്ള എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു +2 മതി. അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ 10,300 പ്ലസ് രജിസ്ട്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീ, അതായത് 700 രൂപ. അപ്പോൾ 11,000 രൂപയാണ് യൂണിവേഴ്സിറ്റിയിൽ ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നോക്കാം. സെമസ്റ്റർ 1 നിങ്ങൾക്ക് BEVA 181, അതിൻ്റെ ഫുൾ നെയിമിംഗ് ആണിത്, അതിൻ്റെ കോഡാണിത്. 1, 2 ഇതിൽ ഈ ഓർന്ന് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ BGLA 136 BHDLA 136 നിങ്ങൾക്ക് എടുക്കാം. അതിലേതെങ്കിലും ഒന്ന് എടുക്കാം. അതൊന്ന് ഇംഗ്ലീഷ് പേപ്പറാണ്, ഒന്ന് ഹിന്ദി പേപ്പറാണ്. അത് നിങ്ങൾക്ക് പിന്നെ BCOC 132 BCOS 183. ഇതിൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവുക ഈ 2 പേപ്പറുകളാണ് പ്രയാസം ഉണ്ടാവുക. അപ്പോൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. ക്ലാസ് ഉണ്ട്, ഇതിൻ്റെ സിലബസ് ഫുൾ കവർ ചെയ്തിട്ട് ക്ലാസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. റിവിഷൻ ക്ലാസ്സും ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സപ്പോർട്ടും ലഭിക്കുന്നതാണ്. പിന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ വരുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം, ഫസ്റ്റ് ഇയറിൽ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളൊരു സബ്ജക്റ്റാണ് BCOC 131 അക്കൗണ്ടിങ് പേപ്പറാണ്. ഇതൊക്കെ പിന്നെ നിങ്ങളുടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പേപ്പറാണ്. ഓക്കെ, ഇത് പ്രോബ്ലം പേപ്പറാണ്. ഇത് ഒക്കെ എന്താണ്, തിയറി പേപ്പറാണ്. സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇതൊരു കുറച്ച് ടഫുള്ളൊരു പേപ്പറാണ്. പിന്നെ ബാക്കിയുള്ളത് എന്താണ്, നിങ്ങളെ BBAയുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഇത് ഒരു പ്രോബ്ലം പേപ്പറാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ 5th സെമസ്റ്ററിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് ഉണ്ട്, BMPP001 എന്ന് പറയുന്ന കോഡ്. അത് നിങ്ങൾക്ക് എന്താണ്, പ്രൊജക്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കൂ. പിന്നെ 6th സെമസ്റ്ററിലോട്ട് വരുന്ന ഇവിടെ ഒരു എൻ്റർപ്രണർഷിപ്പ് ഉണ്ട്, മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞിട്ട്. എൻ്റർപ്രണർഷിപ്പ് പറഞ്ഞാൽ അത് ചെയ്യാനുള്ളതല്ല, അത് BCOS 185 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് കേട്ടോ. അതൊരു സബ്ജക്റ്റാണ്, പഠിക്കാനുള്ളതാണ്. അല്ല ഇന്റേൺഷിപ്പ് പോലെയുള്ള ഇത് ചെയ്യാനുള്ളതല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലൊന്ന് ചെറിയ തോതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ റീജിയൻ സെൻറ്ററിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. കൊച്ചിയിൽ ഒരുപാട് സെൻറ്റേഴ്സിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും സെൻറ്റേഴ്സ് ഉണ്ട്, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ സ്റ്റഡി സെൻറ്റർ ആയിട്ട് ചൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് തിരുവനന്തപുരത്ത് ഇത്രയും കോളേജസ്, അപ്പോൾ നിങ്ങൾ അടുത്തുള്ള കോളേജസിൽ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. ഇനി വടകര റീജിയൻ സെൻറ്ററിൽ വരുന്നത് ഇത്രയും കോളേജസ് ആണ് വടകരയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സെൻറ്റർ ചൂസ് ചെയ്യുക. നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ തരും.
വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. ഓക്കെ, അപ്പോൾ അസൈൻമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അവർ തരും. പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണം, അസൈൻമെൻറ്റ് എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ ഈ ചാനലിലുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ. ഓക്കെ, ഇനി ആർക്കെങ്കിലും BBA രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ, രജിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് അഡ്മിഷൻ എടുത്ത് തരും. മാത്രമല്ല നമ്മുടെ പ്രത്യേക സർവീസുകളും ഉണ്ട്. അതുപോലെ മെൻറ്ററിങ് പോലെയുള്ള സർവീസുകൾക്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഡൗട്ട് ക്ലിയർ ചെയ്യാം. വാട്സപ്പ് വഴിയോ കോൾ ചെയ്തിട്ടോ ഗ്രൂപ്പ് വഴിയോ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം, സംശയങ്ങൾ ചോദിക്കാം. അതുപോലെ A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരും. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സിന് വേണമെച്ചാൽ ജോയിൻ ചെയ്യാം, ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ അസൈൻമെൻറ്റ് സപ്പോർട്ടുകൾ നമ്മൾ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇതിനായുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സിനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. താങ്ക് യു.